ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് 1.5 മണിക്കൂറോളം ചർച്ച നടത്തി. ഈ ഒരു ചർച്ചയിൽ അതിലും മുമ്പത്തെ ദിവസം ഡൊണാൾഡ് ട്രംപിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ഫോഗിൾ എന്ന റഷ്യൻ ജയിലിലുണ്ടായിരുന്ന ഒരു അമേരിക്കൻ പൗരനെ റഷ്യ വിട്ടയക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഇന്നലെ നടന്ന ചർച്ചകളിൽ യുക്രൈൻ യുദ്ധം എങ്ങനെ പര്യവസാനിപ്പിക്കാം എന്നതിനെക്കുറിച്ച് ഇലക്ഷൻ പ്രചാരണ കാലയളവിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ജനതയോട് പറഞ്ഞിരുന്നു. ഈ യുദ്ധം അദ്ദേഹം അധികാരത്തിൽ വന്ന് ഒരു 24 മണിക്കൂറിനുള്ളിൽ ഇത് അവസാനിപ്പിക്കും. എന്നാൽ അദ്ദേഹത്തിന് 24 മണിക്കൂറിനുള്ളിൽ അത് അവസാനിപ്പിക്കാൻ സാധിച്ചില്ല. ചർച്ചകൾ മുന്നോട്ട് പോകുന്നു. അതിന് കാരണം പുടിനും ട്രംപും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. എങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിക്കാം? മുഖ്യമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് നാറ്റോ സഖ്യത്തിലേക്ക് യുക്രൈനെ എടുക്കാൻ പാടില്ല. അപ്പോൾ എലോൺ മസ്കിന്റെ മധ്യസ്ഥതയിൽ അവർ ഒരു ധാരണയിലെത്തിയത് 20 വർഷത്തിന് ശേഷമേ യുക്രൈനെ നാറ്റോ സഖ്യത്തിലേക്ക് എടുക്കുകയുള്ളൂ എന്നുള്ളൊരു ധാരണ. അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുപോക്കുകളും ചർച്ചകളും നടന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് അമേരിക്കയുടെ തീരുമാനമാണ്. നാറ്റോ സഖ്യം അപ്പുറത്ത് യൂറോപ്യൻ യൂണിയൻ, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അപ്പുറത്തായിട്ട് നിൽക്കുന്ന യൂറോപ്യൻ യൂണിയനുമായിട്ട് ചർച്ച ചെയ്യാതെയോ ട്രംപിന്റെ ഏകപക്ഷീയമായ തീരുമാനം. ട്രംപ് എപ്പോഴും നാറ്റോയെ കുറിച്ച് വലിയ മതിപ്പുള്ള ആളല്ല. നാറ്റോനോട് എപ്പോഴും അവരുടെ ഫണ്ടിങ്ങും സൈനിക സഹായവും കൂട്ടണം, ജർമ്മനിയോടും ഫ്രാൻസിനോടും 30 രാജ്യങ്ങളോട്, കാരണം അമേരിക്കയ്ക്ക് നിങ്ങളുടെ സുരക്ഷ ഏറ്റെടുക്കാൻ സാധിക്കുകയില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ബ്രസൽസിൽ ട്രംപിന്റെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്, അദ്ദേഹം ഒരു US ആർമി വെറ്ററനാണ്. അദ്ദേഹം ആണ് പ്രതിരോധ മന്ത്രി അമേരിക്കയുടെ. അദ്ദേഹം ബ്രസൽസിൽ ഈ നാറ്റോ സഖ്യകക്ഷികളുമായിട്ട് ചർച്ച ഇതിന്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന കാലഘട്ടത്തിൽ നഷ്ടം വരാൻ പോകുന്നത് യൂറോപ്പിനാണ്. ആംഗ്ലോ അമേരിക്കൻ, അതായത് സായിപ്പിന്റെ സാമ്രാജ്യമാണ് യൂറോപ്പും അമേരിക്കയും. അറ്റ്ലാന്റിക്കിന്റെ സമുദ്രത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തായി കിടക്കുന്നു. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ. കാരണം ജോൺ ഹീലി എന്ന ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്ത് വില കൊടുത്തും യുക്രൈനുള്ള സംരക്ഷണം നൽകുമെന്നാണ്. അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് യുക്രൈൻ യുദ്ധം പുടിന്റെ ആവശ്യപ്രകാരം അത് പുടിന് അനുകൂലമായിട്ട് അവസാനിപ്പിക്കുമെന്ന്. നാറ്റോ സഖ്യത്തിൽ വിള്ളൽ വന്നിരിക്കുന്നുവോ? കാരണം രണ്ടാം ലോകമഹായുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ശക്തമായ യുദ്ധങ്ങളാണ്. ജർമ്മനിയിലെ ഹിറ്റ്ലറിനെയും നാസി സഖ്യത്തെയും അവസാനിപ്പിച്ച നാറ്റോ സഖ്യം 1945 അത് മുതലുള്ള യുദ്ധങ്ങളും ആ യുദ്ധവും അതിനുശേഷമുള്ള യുദ്ധങ്ങളിലും ഇത്ര ശക്തമായിട്ടുള്ളൊരു കെട്ടുറപ്പുള്ളൊരു സഖ്യം പൊളിയുമോ തകരുമോ എന്നാണ് നമ്മൾ നോക്കി കാണേണ്ടത്. കാരണം ഘടകവിരുദ്ധമായ പ്രസ്താവനകളിൽ ഇപ്പുറത്തെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നും വരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ, പുടിൻ ട്രംപുമായിട്ട് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ റഷ്യ അമേരിക്കയുടെ ഒരു സഖ്യകക്ഷി പോലെയാകും. അത്തരത്തിലുള്ള ചർച്ച 20 വർഷം മുമ്പ് ജോർജ് ബുഷ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നടന്നിരുന്നുവെങ്കിലും അതെങ്ങും എത്തിയില്ല. പിന്നീടും അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെയാണ് പോയത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, യുക്രൈൻ്റെ ഒരു വലിയൊരു ഭാഗം റഷ്യക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. ഇതിനിടയിൽ കഴിഞ്ഞ ആഴ്ചയിൽ സെലൻസ്കി, യുക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്കയിലെ ട്രംപുമായും നടത്തിയ ചർച്ചയിൽ യുക്രൈനിലുള്ള മിനറൽസ്, അതായത് അവിടെ കുറെ ലിഥിയവും ധാതുക്കൾ ഉണ്ട്, ടൈറ്റാനിയവും, ഇത് രണ്ടും അമേരിക്കയ്ക്ക് കൊടുക്കാം. അത് ഏകദേശം ഒരു $500 ബില്യൺ, വലിയൊരു തുകയാണത്. അത്തരത്തിലുള്ള ധാതുക്കളിൽ അമേരിക്കയ്ക്ക് അത് ഖനനം നടത്തി എടുക്കുന്നതിനുള്ള ഇത് കൊടുക്കാന്നൊക്കെ പറഞ്ഞൊരു നെഗോഷിയേഷൻ നടന്നിരുന്നു. എന്നാൽ ട്രംപ് ഇന്ന് പുടിനുമായിട്ടുള്ള ഒരു ധാരണയിലെത്തുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെടുന്നത്. ഇതിൽ നമ്മൾ വേറൊരു കാര്യം, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി വാഷിംഗ്ടൺ DC ട്രംപിനെ കാണാൻ വരുന്നുണ്ട്. ഒരു സഖ്യം രൂപപ്പെട്ടു വരുന്നോ? കാരണം നരേന്ദ്രമോദി ചരിത്രപരമായിട്ടുള്ള സോവിയറ്റ് യൂണിയന്റെ കാലം തൊട്ടുള്ള ഇന്ത്യയുടെ ബന്ധവും റഷ്യയുടെ പുടിനുമായിട്ടുള്ള ബന്ധവും അതിലൊരു മധ്യസ്ഥനായിട്ട് നരേന്ദ്രമോദിയും കൂടി ചേർന്നാൽ വലിയൊരു സഖ്യം അവിടെ രൂപാന്തരപ്പെട്ടു വരുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റഷ്യ, ഇന്ത്യ, അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ തഴയപ്പെടുമോ? അതോ യൂറോപ്യൻ യൂണിയൻ ഈ ഒരു സാഹചര്യത്തിൽ വേറെ
ആരാണ് യൂറോപ്യൻ യൂണിയന് ശക്തി പകരാൻ പോകുക? അവർ ചൈനയുമായിട്ട് ചേരുമോ? അതോ അറബ് രാജ്യങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും? ഇതൊക്കെയാണ്. നമുക്കറിയാം, ഇന്നലെ ജോർദാൻ രാജാവ് വാഷിങ്ടൺ DC-യിൽ ട്രംപുമായിട്ടുണ്ടായിരുന്നു. ട്രംപിന്റെ മോഹമായ ഗാസ പിടിച്ചടക്കണം. ഈ യുദ്ധം, പുടിനുമായിട്ടുള്ള യുദ്ധം അവസാനിച്ചാല് നേരെ നമുക്ക് കാണേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ലോകത്തിന്റെ ശ്രദ്ധ മധ്യപൂർവേഷ്യയിലേക്ക് മാറും, ഗാസയിലേക്ക് മാറും, അവിടെ നടക്കുന്ന യുദ്ധങ്ങളിലേക്കും. അവിടെ ട്രംപിന്റെ മോഹം നടപ്പാക്കും. ഇന്നലെ ജോർദാൻ രാജാവ് പോലും ഇതിന് സമ്മതം മൂളി. ഏകദേശം ഒരു 23 ലക്ഷം പാലസ്തീനി അഭയാർത്ഥികൾ ഉള്ളതിൽ 10 ലക്ഷത്തോളം ജോർദാൻ ഏറ്റെടുക്കാമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. പലപ്പോഴും ഇവർ എതിർപ്പ്, അതായത് അറബ് രാജാക്കന്മാർ മുന്നിൽ അവർ പറ്റില്ല, സാധിക്കില്ല, ഗാസ ഞങ്ങളുടെയാണ്, പാലസ്തീൻ വിട്ടുകൊടുക്കില്ല, അത് പാലസ്തീൻ ജനതയുടെയാണ്, ഇരുരാഷ്ട്രവാദം ഒക്കെ മുന്നോട്ട് വെക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, സൗദി അറേബ്യയാണ് പുടിനും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേദിയാകാൻ പോകുന്നത്. സൗദി രാജാവ് MBS മുഹമ്മദ് ബിൻ സൽമാനാണ് ഈ ഒരു ഒത്തുതീർപ്പ് ചർച്ച, യുക്രൈൻ യുദ്ധത്തിൽ ഉള്ള ചർച്ചയ്ക്ക് നടക്കാൻ പോകുന്നത്. ഗാസ ട്രംപിന് ലഭിക്കുന്ന, അതല്ലെങ്കിൽ അമേരിക്കയുടെ അധീനതയിൽ വരുന്ന ഒരു പ്രദേശമാകുമെന്ന് വേണം കണക്കാക്കാൻ. തന്നെയുമല്ല, ട്രംപിന് പേടിക്കേണ്ട, കാരണം പുടിനുമായിട്ടുള്ള ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരും അതിനെ എതിർക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകില്ല. പക്ഷേ യൂറോപ്പ് എന്ന ആ ഒരു സംവിധാനം തകർന്നടിയുന്ന സ്ഥിതിയിലേക്ക് വരും. കാരണം ഫ്രാൻസിനോ ജർമ്മനിക്കോ അതുമല്ലെങ്കിൽ ടർക്കിക്കോ UK-ക്കോ ഒറ്റയ്ക്ക് അവരുടെ സംരക്ഷണം നടത്താൻ സാധിക്കുകയില്ല. നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. ഫോഗിൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫോഗിൾ എന്ന ഒരു റഷ്യൻ ജയിലിൽ ആയിരുന്ന ഒരു വ്യക്തിയെ വിട്ടയക്കുക വഴി വലിയൊരു സന്ദേശമാണ് പുടിൻ, ഒരു സമ്മാനമാണ് പുടിൻ ട്രംപിന് കൊടുത്തിരിക്കുന്നത്. വേറൊരു കാര്യം മനസ്സിലാക്കണം, ഈ യുക്രൈൻ യുദ്ധം നടക്കുന്നതിൻ്റെ ഈ കാലഘട്ടത്തിൽ 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബ്രിട്ടനി ബ്രൈനർ എന്ന ഒരു ആണുമല്ല പെണ്ണുമല്ലാത്തൊരു ബാസ്കറ്റ്ബോൾ കളിക്കാരി കഞ്ചാവും കൊണ്ട് മോസ്കോയിൽ റഷ്യൻ ഇതിൽ പെടുകയും, ബൈഡൻ, അവർ കറുത്തവർഗക്കാരിയായിരുന്നു, കാരനോ ആയിരുന്നു, അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു പ്രതിയെ തന്നെ, അമേരിക്കയ്ക്ക് വിലപ്പെട്ട റഷ്യൻ പ്രതിയെ ജയിലിൽ നിന്നും വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നാളിൽ അമേരിക്ക മുഴുവനും, കാരണം വെള്ളക്കാര് 2-3 പേര് റഷ്യൻ ജയിലിലുണ്ട്, അവർക്ക് വേണ്ടി നെഗോഷിയേറ്റ് ചെയ്യാതെ ഒരു കഞ്ചാവ് കൊണ്ടുപോയ ഒരു കറുത്ത വർഗക്കാരനോ കാരിയോ ആയ ഇതിനു വേണ്ടിയിട്ട് ഇരവാദം ഉയർത്തി അവരെ കൊണ്ടുവന്നു. എന്നാൽ വെള്ളക്കാരെ ജയിലിൽ ഇട്ടു, ആ റഷ്യൻ ജയിലിൽ തന്നെ നിൽക്കാൻ, അതല്ലെങ്കിൽ അവിടെ ഉപേക്ഷിച്ച് പോരുന്ന സ്ഥിതിയിലാണ് ജോ ബൈഡൻ ഭരണകൂടം അന്ന് നെഗോഷിയേറ്റ് ചെയ്ത്. എന്നാൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ഒരു വ്യക്തമായ, പുടിനും ട്രംപുമായിട്ട് ചേർന്ന്, മോഡി എന്ന ഒരു ശക്തിയുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അതൊരു പുതിയ അച്ചുതണ്ട് ലോകത്തിൽ ഉണ്ടാക്കുമോ? അത് എത്രമാത്രം മാറ്റങ്ങളാണ് ലോക സംവിധാനത്തിൽ, ലോകത്തിൻ്റെ പവർ ഇക്വേഷൻസിൽ മാറ്റം വരുത്തുമോ? യൂറോപ്പും അമേരിക്കയുമായിട്ട് പൊളിയുന്ന, തെറ്റിപ്പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഇന്നത്തെ ജോൺ ഹീലി എന്ന ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നതുമായിട്ട് ട്രംപുമായിട്ടും വളരെയധികം മാറ്റങ്ങളുണ്ട്, വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് കണ്ടറിയണമെങ്കിൽ കുറച്ച് നാളെടുക്കും. എവിടേക്കാണ് ലോകം പോകുന്നത്? അത് അമേരിക്കയ്ക്ക് നല്ലതിന് വേണ്ടിയായിരിക്കുമോ? ആരൊക്കെയായിരിക്കും ഈ ചതുരംഗ കളിയിൽ വിജയി ആര്, തോൽക്കുന്നത് ആര് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അത്രയും ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ചൈനയും കൂടി നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ദ എലിഫന്റ് ഇൻ ദ റൂം. ചൈനയും തായ്വാനുമായിട്ടുള്ള പ്രശ്നം വന്നാൽ ചൈനയ്ക്ക് പേടിക്കേണ്ടി വരുമോ? ചൈനയും യൂറോപ്പുമായിട്ട് ചേരുമോ? നമുക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇറ്റലി, ജപ്പാൻ, ജർമ്മനി പോലെയുള്ള സഖ്യങ്ങൾ, ഇപ്പോഴത്തെ അലൈസ് എന്ന് പറഞ്ഞാൽ അമേരിക്ക, UK, മറ്റ് യൂറോപ്യൻ യൂണിയനിലുള്ള ഫ്രാൻസ് ഒക്കെ ആയിരുന്നു ഒരു ഭാഗത്തും, ജപ്പാൻ, ഇറ്റലി, ജർമ്മനിയൊക്കെ വേറൊരു ഭാഗത്തു നിന്നാണ് രണ്ടാം ലോക മഹായുദ്ധം ചെയ്തിരുന്നത്.
ഇത് എവിടെ എത്തിച്ചേരും എന്നുള്ളത് നോക്കണം. ഇത് ഒരു പക്ഷേ ആംഗ്ലോ അമേരിക്കൻ ആ ഒരു ഇതിൻ്റെ കൂട്ടുകെട്ടിൻ്റെ അവസാനമായിരിക്കുമോ എന്ന് നോക്കി കാണണം. ലോകം പിവറ്റ് ടു ഏഷ്യ, അതൊരു പ്രത്യേക വാക്കാണ്. പിവറ്റ് അമേരിക്കൻ പോളിസിയാണ്. അമേരിക്ക കൂടുതലുമായിട്ട് ഏഷ്യയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കണം, ഇൻഡോ പസഫിക് റീജിയൻ, ഇന്ത്യയുടെ പ്രാധാന്യം വളർന്നു വരികയാണ്. അതിൽ നമുക്കറിയാം ജനാധിപത്യങ്ങളാണ്. അപ്പോൾ എത്രമാത്രം ലോക ഘടനയിൽ മാറ്റം വരും. ഇപ്പൊ പൂട്ടിനും ട്രംപുമായിട്ടുള്ള ഈ ഒരു സൗഹൃദം തുടർന്നാൽ പൂട്ടിൻ ട്രംപിന് കുറെ കാര്യങ്ങൾ കൊടുക്കും. കാരണം പൂട്ടിൻ്റെ ശ്വാസം മുട്ടി നിൽക്കുന്ന സമയമാണ്. ഒറ്റയടിക്ക് പൂട്ടിനെ തീർക്കാൻ പറ്റും. ഇപ്പൊ അമേരിക്കയും നാറ്റോയും യൂറോപ്യൻ യൂണിയനും വിചാരിച്ചാൽ പൂട്ടിനെ ഇല്ലാണ്ടാക്കാൻ നിസ്സാരമായിട്ട് സാധിക്കും. എന്നാൽ ആ സമയത്താണ് ഡൊണാൾഡ് ട്രംപ് പൂട്ടിന് സഹായവുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പൂട്ടിൻ എന്തെങ്കിലും തിരിച്ചു കൊടുക്കേണ്ടി വരും. ആ തിരിച്ചു കൊടുക്കല് മധ്യപൂർവേഷ്യയിൽ എന്തുമായിക്കോ പൂട്ടിൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ പോയിട്ട് സിറിയ, ലെബനൻ ഈ വക ഒക്കെ അധികാര പരിധിക്കുള്ളിൽ കൊണ്ടുവരും. ട്രംപിന്റെ മോഹമായ ഗാസ ട്രംപിന്റെ കയ്യിൽ വരും. ജെറുസലത്തിൽ മാറ്റങ്ങൾ വരും. അറബ് ഭരണകൂടങ്ങൾ എങ്ങനെയായിരിക്കും? അറബ് ഭരണകൂടങ്ങൾ യൂറോപ്പിന്റെ സഹായം തേടി അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അതോ ചൈനയുടെ സഹായം നേടേണ്ടി വരുമോ? വളരെ നിർണായകമായ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, യുക്രൈൻ യുദ്ധത്തിന്, റഷ്യ യുദ്ധത്തിന് ഒരു അവസാനം വരും എന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ യുക്രൈനെ സഹായിക്കുന്നത് 20% യൂറോപ്യൻ യൂണിയന്റെ സഹായമാണ്. മിലിറ്ററിയുടെയും എല്ലാ പണവുമായിട്ടുള്ള സഹായം ലഭിക്കുന്നത്. 25% അമേരിക്കയാണ്. ബൈഡൻ ഇറങ്ങി പോകുന്നതിന് മുമ്പ് 65 ബില്യണോ മറ്റാണ് യുക്രൈന് കൊടുത്തിരിക്കുന്നത്. അതിന് മാത്രമുള്ള ഹവിറ്റ്സർ മിസൈൽസും അതും ഇതുമൊക്കെ ആയിട്ട് എല്ലാം കൊടുത്ത് റഷ്യയെ മടക്കുന്ന രീതിയിൽ എത്തിച്ചതായിരുന്നു. എന്നാൽ പുടിന് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകി ട്രംപ് വീണ്ടും ജീവനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമോ എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അത് എന്താണ് ലോകത്ത് വരുത്തുന്ന മാറ്റങ്ങൾ നമുക്ക് അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവർ ട്രംപും പുടിനും നേർക്കുനേർ കണ്ടുമുട്ടുന്ന ഒരു മീറ്റിംഗ് ഉടനെ തന്നെ സംഭവിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്.